നമ്മുടെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഒരുപാട് നല്ല വിശേഷങ്ങളും ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഐശ്വര്യമായിട്ട് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. അപ്പൊ മൂന്നുപേരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. യെസ് മീനുകൂടാ, എന്തോ നമുക്ക് ഒരു ഡെഡിക്കേഷൻ റൗണ്ടിലേക്ക് പോയാലോ? ഓ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ക്യാപ്റ്റൻ, നമുക്ക് ആരെ വിളിക്കണം? നമുക്ക് സാരംഗിനെ വിളിച്ചാലോ? അവനാണ് ഡെഡിക്കേഷൻ ബെസ്റ്റ് ആണ് ഡെഡിക്കേഷൻ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സാരംഗ് രാജീവൻ. യെസ്, വെൽക്കം സാരംഗൂട്ടൻ ഓൺ സ്റ്റേജ്. ഫ്രീക്കു. ഫ്രീക്കു, ഹലോ. ഫ്രീക്കു വെറൈറ്റി ജീൻസ് ആണല്ലോ. എപ്പോഴും ഭയങ്കര സ്മാർട്ട് ചോയ്സ് ഓഫ് ക്ലോത്ത്സ് ആണ്. ഇതാരെ സെലക്ട് ചെയ്യുന്ന? അച്ഛനാണ്. അപ്പൊ രണ്ടുപേരും കൂടെ പോയി സെലക്ട് ചെയ്യുന്നതാണോ? ആണോ? സാരംകൂട്ടാ, ആദ്യം ഇവിടെ സാരംകൂട്ടൻ വന്നത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിനും മ്യൂസിക്കലി എന്താണ് സാരംകൂട്ടന് തോന്നുന്നത്? നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നാണ് എനിക്കൊരു തോന്നൽ. ഓക്കെ, ഇവിടുന്ന് ഇതുവരെയുള്ള ഈ ജേർണിയിൽ എന്ത് പഠിക്കാൻ പറ്റി? പാട്ട് നന്നായി ഓരോരോ ദിവസത്തിനുള്ളിൽ പഠിക്കാനായി. ഇതിനൊക്കെ സഹായിച്ചത് എന്താണ്? ഗ്രൂമേഴ്സിന്റെ വലിയൊരു പങ്ക് ഇതിലുണ്ട്. പിന്നെ അച്ഛൻ, അമ്മ, പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പാട്ട് നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കും പാട്ട്. എന്നിട്ട് പാട്ട് പഠിക്കുന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് എത്തിയില്ല. അത് വന്നോ? പാട്ട് പഠിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോ? നേരത്തെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ പാട്ട് പഠിക്കുന്നത്? അല്ലല്ല, ആദ്യമൊക്കെ പഠിക്കുമ്പോ ലിറിക്സ് നോക്കിയായിരുന്നു പഠിക്കാറ്. ഇതിപ്പോ ആദ്യം കേട്ട് പഠിക്കും, എന്നിട്ട് വരിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് പിന്നെ ഫുള്ള് കാണാപ്പാടായിട്ട് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ വിട്ടു പോകുന്നുണ്ട്. ക്ലൂ പറയാം. നേരെ നോക്ക് ഇങ്ങോട്ട്. എനിക്കത് കത്തിയില്ല കേട്ടോ. എനിക്ക് കത്തിയില്ല കേട്ടോ. അതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തെറ്റിച്ചല്ലോ മോനെ. ഞാൻ നോക്കി ഇനി എന്താ ഇത്രയും സഹായമൊക്കെ ചെയ്തിട്ടും പറഞ്ഞില്ലല്ലോ. അയ്യോ സാരമില്ല, നമ്മളെ കൂട്ടുകാരല്ലേ, ചുമ്മാ പറഞ്ഞാണ്. കൂട്ടുകാരെ പറ്റി രണ്ടു വാക്ക് പറയാനുണ്ടോ നിനക്ക്? കൂട്ടുകാരെ പറ്റി വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താ പറയാ, പറഞ്ഞു പറയിപ്പിക്കണം. നമ്മുടെ ടോപ്പ് ബാൻഡ് ചേട്ടന്മാരൊന്നും ചെയ്തില്ലേ? പിന്നെ എന്താ പറയാത്തെ? പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പിച്ചിൻ്റെതായാലും ചിലപ്പോ പിച്ച് കുറക്കേണ്ടി വരും, ചിലപ്പോ കൂട്ടേണ്ടി വരും. അതിനൊന്നും ഒരു മടിയും കൂടാതെ തന്നെ സൗകര്യം ചെയ്താറുണ്ട്. ഞാൻ വെറുതെ എന്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേടാ? അതെ, ഒരു വാക്കിൽ അവസാനിപ്പിച്ചു. അപ്പൊ മീനുട്ടിയും പറഞ്ഞു. ഇനി ആരെങ്കിലും വിട്ടുപോയോ? ഫുൾ ക്രൂ നമ്മുടെ രാകേഷ് സാർ, പിന്നെ വിഷ്ണു ചേട്ടൻ, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഗ്രീൻസൺ ചേട്ടൻ, ജാക്കി ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഈ ക്രൂവിനാണ് ഇന്നത്തെ ഡെഡിക്കേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, എല്ലാവർക്കും. അപ്പൊ ആ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഏതാണ്? ആണോ? ശരിക്കും എല്ലാവർക്കും ഡെഡിക്കേഷൻ? അച്ഛൻ അത് പറയാഞ്ഞേ? പറഞ്ഞപ്പോ അവനൊക്കെ സമ്മതിച്ചോ ഫ്ലോയില്? നീ എന്തെങ്കിലും നമുക്ക് തോന്നുന്നു വിചാരിച്ചിട്ടാ. കുഴപ്പമില്ല. ഡെഡിക്കേറ്റ് ചെയ്യുന്ന അച്ഛന്റെ ഡെഡിക്കേഷൻ അച്ഛന്റെ ചേട്ടനാണ്. അച്ഛന്റെ ചേട്ടനാ. അപ്പൊ അച്ഛന്റെ ചേട്ടൻ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല. പണ്ട് അച്ഛന് 2 അനുജന്മാരും 2 ഏട്ടന്മാരാണുള്ളത്. അപ്പൊ അങ്ങനെ 5 പേരെയും പാട്ട് പഠിപ്പിച്ചതൊക്കെ അച്ഛന്റെ ഈ ചേട്ടനാണ്. പിന്നെ കലോത്സവത്തിന് ഒക്കെ പങ്കെടുപ്പിക്കുന്നതും ഈ ചേട്ടനാണ്. ഞാൻ അച്ചാച്ചെന്നാ വിളിക്കുക. അപ്പൊ അച്ചാച്ചൻ എവിടെ പോയാലും ഈ പാട്ട് പാടുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അച്ഛൻ പറയൂ, അച്ചാച്ചൻ, അതായത് കുഞ്ഞാട്ടൻ എന്നാ അച്ഛൻ വിളിക്കുക. അപ്പൊ കുഞ്ഞാട്ടൻ എല്ലാം പോയി പാടും, എനക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് അച്ഛനും ഇങ്ങനെ പറയാറുണ്ട്. എന്നിട്ട് അച്ഛന് എവിടെയെങ്കിലും അച്ഛൻ ചെറുതായിട്ട് പാടും. അങ്ങനെ അച്ഛൻ എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ പാട്ട് അച്ഛൻ ഒരിക്കലും ഒഴിവാക്കൂല. അപ്പൊ എന്തുണ്ടായാലും ചിലപ്പോ കരോക്കെ ഇല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തായാലും അത് പാടിയിരിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ ഇതെന്ന്. ഏത് പാട്ടാ അപ്പൊ പാടുന്നത്? തങ്കത്തളികയിൽ. അപ്പൊ കുഞ്ഞാട്ടന്റെ ഓർമ്മയിലാണ് അല്ലേ? അതെ. അച്ഛനും അത് വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക്
ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പിന്നെ ഫിലിം ഗായത്രി, വർഷം 1973, പാടിയത് യേശുദാസ് സാർ. വെരി ഗുഡ്. താങ്ക് യു സർ. പിന്നെ തുടങ്ങാം. ഓക്കെ, All the best. താങ്ക് യു. തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ട് നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴത്താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈ തരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, പുലരി പൂമുഖ മുറ്റത്തു കാലത്തു പുറം തിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, തുളുമ്പും പാൽക്കുടം അരയിൽ വച്ചു നീ തൊടിയിലെ ഗാഗിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കപ്പോ മാർക്കിലേക്ക് കടക്കാം. ഓക്കെ, ശരി. സാരംകുട്ടന് ഇന്ന് 97 on 100. താങ്ക് യു സർ. അപ്പൊ സാരംകുട്ട എന്നും പറയുന്ന പോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. പോയി പാട്ട് പഠിച്ചോ. ബൈ ബൈ.